കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തിരി വിഷമമൊക്കെ നിറഞ്ഞ ദിവസമാണെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വയ്യ. മോൾക്ക് അത്ര കുഴപ്പമില്ല, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും പനിയും രാത്രിയൊക്കെ ഇത്തിരി കുഴപ്പമൊക്കെ ആയിരുന്നു. നമുക്ക് വാവച്ചിക്കും പനിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായ വിഷയങ്ങൾ, അതുമല്ല അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടിലുള്ള വിശേഷങ്ങൾ തന്നെയാണ് വീഡിയോയിലേക്ക് നോക്കുക. അങ്ങനെ രാവിലെ ഒരു കട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആടി എടുക്കുന്ന മാവ്, അപ്പത്തിനെടുത്ത മാവാണ്. നമുക്കിനി അപ്പം ചുടാം. ഇപ്പം നമുക്ക് അപ്പം ചുടാനുണ്ടോ. ആവശ്യക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ രാവിലെ അപ്പമൊക്കെ ചുടാമെന്ന് വിചാരിച്ചത്. റെഡിയാവട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ സ്വന്തമായിട്ട് വിട്ടിട്ട് കൊള്ളാമെന്ന് നോക്കണമല്ലോ. ജോലിക്കുട്ടി എവിടെ നോക്കട്ടു. ജോലിക്കുട്ടി ബാത്റൂമിനകത്താണ് കിടത്തിക്കുന്നത് കേട്ടോ. പിന്നെ സ്കൂളിൽ പോകണം. വയ്യെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്കൂളിൽ എന്താ പരീക്ഷയാണ്, അപ്പോൾ അവർക്ക് 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിയാവുന്നു. അങ്ങനെ ഞാൻ റെഡിയായി നേരെ നമ്മുടെ ക്രിസ്തുകിരൺ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്തുകിരൺ സ്കൂളിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ടല്ലോ ക്രിസ്തുകിരൺ സ്കൂൾ. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. കൂട്ടുകാരെ, അങ്ങനെ വണ്ടിയുടെ ഡ്യൂട്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആയം കൂടെ വരാണ്ട്, ആയം കൂടെ വന്നിട്ട് വേണം വണ്ടി എടുക്കാൻ. അപ്പോൾ പിന്നെ ഭയങ്കര കാഴ്ചകളൊന്നും കാണുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാനിത് കഴിഞ്ഞ് നേരെ സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. സ്റ്റാൻഡിൽ പോകുമ്പോൾ കൊച്ചിനെ അങ്ങോട്ട് പോകുമ്പോൾ മോളാക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാഴ്ചകളേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഇന്ന് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്കും വയ്യ, വൈഫിനും വയ്യ, മോക്കും ചെറിയ രീതിയിൽ കുഴപ്പമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ആശുപത്രിയാണ്, അപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല. ഇന്നലെ പോകാമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ അച്ഛനും കൂടെ പനി പിടിക്കുകയാണെങ്കിൽ ശരിയാവത്തില്ലല്ലോ. എൻ്റെ അച്ഛന് കൈ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴും ഈ കാഴ്ചകൾ ഞാൻ അങ്ങ് പോട്ടെ. വരുമ്പോൾ ഈ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അപ്പോഴും സ്കൂൾ ഡ്യൂട്ടി കഴിഞ്ഞു, നേരെ വീട്ടിലോട്ടും. അങ്ങനെ ഞാൻ മീനുട്ടിനെ കൊണ്ട് പഠിക്കാൻ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്നു കേട്ടോ. നമ്മൾ 6-ാം പടി പമ്പോസ് റോഡ് വഴിയാണ് ഇന്ന് പോണത്. മീനുട്ടിനെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മീനുട്ടിക്ക് പരീക്ഷയിട്ട് കൊണ്ടാക്കാൻ പോകുക. അപ്പം നമുക്ക് പോവാം. ഞാൻ സ്റ്റാൻഡിൽ വന്നിട്ട് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഒരു ഓട്ടം വന്നതാണ് കേട്ടോ. വരിക്കച്ചക്ക വാങ്ങി. ഇതിപ്പോൾ വഞ്ചുവും നമ്മുടെ ചുള്ളിമാനൂരിനും പാലൂരിനും ഇടയ്ക്കുള്ള വഞ്ചുവം എന്ന് പറയുന്ന ജംഗ്ഷനിൽ വരിക്കച്ചക്ക ഉണ്ട് കേട്ടോ. വരിക്കച്ചക്ക ഫ്രൂട്ട്സ് തണ്ണിമത്തങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. വരിക്കച്ചക്ക അടിപൊളി വരിക്കച്ചക്കയാണ് ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. അത് റോഡ് സൈഡിൽ നമ്മളത് വാങ്ങാൻ വേണ്ടി വന്നു. ഞാൻ ഒരു ഓട്ടം വന്നതാണ് ഈ മാമൻ്റെ. പാലൂരിൽ നിന്ന് വരുന്ന റോഡാണ്. നേരെ ചുള്ളിമാനൂർക്ക് പോകുന്ന ആ ബെൻഡുണ്ടല്ലോ, വളവിലാണ്. വളവിൻ്റെ ഈ സൈഡിലാണ്. ഇങ്ങനെ ഞാൻ ഒരു ഓട്ടം വന്നതാണ് കേട്ടോ. ഇവിടെ നല്ല പ്രകൃതി ഭംഗിയുണ്ട്, അതുകൊണ്ടൊരു വീഡിയോ എടുത്തതാണ്. ഈ വീട്ടിൽ ഓട്ടം വന്നതാണ് കേട്ടോ. ഇവിടെ നമ്മളിവിടെ ഒരു ആ മാമൻ, ഞാൻ നേരത്തെ പറഞ്ഞൊരു മാമൻ്റെ മാമൻ വന്ന ഓട്ടമുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ ഒരു ഓട്ടോ കഴിഞ്ഞു കേട്ടോ. ഒരു ഓട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ഇവിടെ 12 മണിക്ക് നമ്മുടെ സ്കൂളിൽ ആളിനെ എടുക്കണം.
അങ്ങനെ ഓട്ടോ ഒക്കെ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിയിട്ട് നേരെ നമ്മുടെ സ്കൂള് 12 മണിക്ക് കൊച്ചുങ്ങളെ പരീക്ഷയൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ പിന്നെ നമ്മുടെ ക്രിസ്തു കിരൺ സ്കൂൾ എത്തിയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞു മക്കളെ വീടുകളിലാക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ നേരെ നമ്മുടെ ക്രിസ്തു കിരണിൻ്റെ സ്കൂൾ ബസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡ്യൂട്ടി ചെയ്താണ്. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ കഴിക്കാൻ പോയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് പോവാൻ കാഴ്ചകൾ. അപ്പോൾ ആ കുഞ്ഞു മക്കൾ വരുന്നുണ്ടോ? ഓടി വരുന്നുണ്ടല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് വന്ന് വാ പയ്യെ വാച്ചേ. ഇപ്പം എന്ത് ചെയ്യണം? ക്യാബേജ് തോരൻ വെക്കാനായിട്ട് ക്യാബേജ് അരിഞ്ഞെടുക്കണേ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. തക്കാളിക്കറി, ക്യാബേജ് തോരൻ, പിന്നെ സ്പെഷ്യൽ അച്ചാർ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ രണ്ടുപേരും ഒന്ന് ചോറ് കഴിക്കുകയാണ് അല്ലേ? അങ്ങനെ ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഓടാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് മീനുവിനെ വിളിച്ചോണം. പോവാം. അങ്ങനെ സ്റ്റാൻഡിലൊക്കെ ഓടിക്കൊണ്ട് വന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് അങ്ങനെ നമ്മൾ നേരെ ആനാട് പഞ്ചായത്തിലൊരു ആവശ്യമായിട്ട് വന്നു കേട്ടോ. എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ മീനൂട്ടിയുണ്ട്. മീനൂട്ടീനെ ഞാൻ എടുക്കണ്ട. വണ്ടിയിൽ വെള്ളമുണ്ട്. അതിൻ്റെ ഇല ഉണ്ടോ വെള്ളം? ശരി, ഓക്കെ. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് മീനൂട്ടീനെ നേരത്തെ വിളിച്ചായിരുന്നു കേട്ടോ. വണ്ടി നമ്മളങ്ങ് വരുമല്ലോ, അവിടെ മീനൂട്ടീനെ വിളിച്ചായിരുന്നു. അപ്പോൾ വിളിച്ച് നേരെ മീനൂട്ടീനെ ഞാൻ എൻ്റെ കൂടെ നിർത്തിക്കായിരുന്നു. അമ്മ വീട്ടിൽ ഇരിക്കുന്നു. പോവാം നമ്മളെ വീട്ടിൽ പോവാം. അങ്ങനെ ഞാനിപ്പം നേരെ അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഒരു അത്യാവശ്യ കേസ് വന്നിട്ട് നമ്മൾ നേരെ എവിടെയാണ് നിൽക്കുന്നത്? ആനാട് പഞ്ചായത്ത്. ഓക്കെ കൂട്ടുകാരെ, അപ്പം ഞാൻ ഇപ്പോൾ സിറ്റിയിലാണ് കേട്ടോ ഉള്ളത്. സിറ്റിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തുകൊണ്ട് ഇടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അർജൻറ്റായിട്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ വരേണ്ടി വന്നേ. അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ കയറി നെടുമങ്ങാട് ആര്യസ് കയറി ഒരു ചായയെ കുടിച്ചൊരു കടിയും കഴിച്ചതിന് ശേഷം ഞാൻ നേരെ വിട്ടിഞ്ഞ് വരികയാണ് ചെയ്തത്. നേരെ ഇപ്പം ഞാൻ നിൽക്കുന്നത് കേശവദാസപുരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഞാൻ മെഡിക്കലിലോട്ട് പോവുകയാണ്. അപ്പോൾ മെഡിക്കലിലോട്ട് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസെല്ലാം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എന്താണ് ഈ ഇടയ്ക്കുള്ള കുറച്ച് വിഷയങ്ങൾ, അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് അഭിമുഖമായിട്ടിരുന്ന് സംസാരിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞാൻ എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ഹോസ്പിറ്റൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് നാളെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.